ഹായ് ഗൈസ്, ഇതെന്റെ ഫ്രണ്ട് ഇന്ന് അശ്വിൻ. പൊന്നോണം. ഇവനായിരുന്നു വ്ലോഗ് സ്റ്റാർട്ട് നമ്മൾ ചെയ്തത്. പൂടാൻ പനി പോണം. ജലദോഷം പിടിച്ചിട്ട് അതിന് വേണ്ടി സൗണ്ടൊക്കെ ആകെ നമ്മൾ പോയിട്ട് പോകുന്ന ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. മാർക്കറ്റിലാണ്. ഏത് ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്. കം ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ പൂ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഗൈസ്. ഞാൻ മുടിയിട്ടാണ് ശിബിനോ? ഞാനും മുട്ടിട്ടാ. ശിബിന എന്തിനാ മുട്ടിട്ടെ. ഇത് ഞങ്ങൾ എല്ലാവരും പാടെ കൂടിയിട്ടുള്ള ആദ്യത്തെ ഓണാണ് UAE. സാധാരണ എല്ലാ ഓണത്തിനും നാട്ടിൽ പോകാനാണ് പതിവ്. ഇപ്രാവശ്യം നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാന്ന് കരുതി. എന്തായാലും നമ്മൾ ഫസ്റ്റ് പൂവിടാൻ വേണ്ടിയിട്ടുള്ളേ പൂവിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് മാൾ ഷാർജയിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ നാട്ടിലാറെ വൈബ്. ഓണത്തിന് അവർ ഫുള്ള് കളറാക്കിയിട്ടുണ്ട്. അത്തപ്പൂക്കളോ മാവേലി അതേപോലെ സ്റ്റാഫുകളെല്ലാവരും നല്ല ഡ്രസ് കോഡൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിലൊരു ഓണം വൈബ്. ഓണസദ്യൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പൂക്കളിടാൻ എന്തിനാ തെർമോക്കോൾ എന്നായിരിക്കും. ഞങ്ങൾ പൂവ് അന്വേഷിച്ച് കുറേ കടകളിലൂടെ കയറിയത്. ഒടുക്കത്തെ വിലയും ആകെ കുറച്ച് പൂവാണ് കിട്ടിയത്. അവസാനം നമ്മളെ ഒരു വെറൈറ്റി പിടിക്കാമെന്നായിരുന്നു. അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാണ് നമ്മൾ റൂമിൽ തിരിച്ചത്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം. ഏകദേശം പള്ളി പോവാറായി. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മൾ പള്ളി പോകാനുള്ള പരിപാടികൾ നോക്കി തുടങ്ങി. എല്ലാവരും കുളിച്ച് വൃത്തിയാക്കി പള്ളിയിൽ പോയി. അങ്ങനെ പള്ളിയിൽ പോയി തിരിച്ചു വന്ന് നമ്മൾ അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. പൂവും അതേപോലെ കല്ലുപ്പിൽ പെയിൻ്റ് അടിച്ച് കണ്ട് അതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ അത്തപ്പൂക്കളം ഫിനിഷ് ചെയ്ത്. എന്തായാലും വലിയ തിരക്കേടില്ലാത്തൊരു പൂക്കളം നമ്മൾ ആദ്യം നമ്മളെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. സദ്യ ഫുള്ള് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പിന്നെ അത് നടപടിയാവില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് പായസം അതേപോലെ ചെറിയ ഐറ്റംസ് മാത്രം വീട്ടിലുണ്ടാക്കി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത്. പുറത്തുനിന്ന് വാങ്ങിയത് എന്തായാലും ഒരു വിധത്തിൽ നന്നായി. മറ്റേത് നമ്മൾ ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കി വരുമ്പോഴത്തേന് ഒരു സമയമാവും. മാത്രമല്ല ബുദ്ധിമുട്ടും. പാത്രങ്ങൾ കൈകളും അതും ഇതുമായിട്ട് നിങ്ങൾക്കറിയാലോ. നമ്മളെ വീട്ടിലൊക്കെ ഒരു സൽക്കാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുമ്മാർക്കൊന്നും ഒരു ഫോട്ടോത്തിലും കൂടി പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ അടുക്കളയിൽ തന്നെ ആയിരിക്കും. ഫോട്ടത്തിലില്ലേലും പ്രശ്നമില്ലേനും ഈ പാവത്തങ്ങൾ പിന്നെ ഫുഡ് കഴിക്കുന്നത് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞ് പിന്നെ അവസാനമായിരിക്കും. കുറേയൊക്കെ ഇപ്പോൾ മാറി വന്നിങ്ങനെ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്തായാലും എല്ലായിടത്തും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ. പുതിയൊരു ജനറേഷനെ ആ കാര്യത്തിനൊക്കെ എന്തായാലും അടിപൊളിയാണ്. നല്ല സഹകരണ മനോഭാവമുള്ള ടീമാണ്. ഹസ്ബൻഡും വൈഫൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന ടീമാണ്. പഴയതിലുണ്ട് ഇല്ല എന്നല്ല, എങ്കിൽ കൂടെ പൊതുവെ നിങ്ങളൊക്കെ കണ്ടേക്കുമല്ലോ. എന്തായാലും കുറേ സമയം എടുത്തിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. പല മന്തിയോ നെയ്ച്ചോറൊക്കെ ആണെങ്കിൽ നേരെ പാത്രത്തൊക്കെ ഇട്ട് തിന്നാൽ മതി. ഇതിപ്പോൾ ഓരോന്നും വെച്ച് വന്നപ്പോൾ തന്നെ കുറേ സമയമായി. എന്തായാലും നമ്മൾ കഴിക്കാനുള്ള പരിപാടികൾ തുടങ്ങി. സമയം എന്തായാലും ഏകദേശം 3:30 കഴിഞ്ഞു. സദ്യയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് തന്നെ ഈ സമയമായി. അപ്പം നമ്മളിതൊക്കെ വീട്ടിലുണ്ടാക്കി വരുമ്പോഴത്തേന് എങ്ങനെയാണെന്നുള്ളത് തമ്പുരാനറിയാം. ചെക്കന്മാരൊക്കെ എന്തായാലും അടിപൊളിയായതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ വൃത്തിക്ക് തന്നെ സദ്യ അറേഞ്ച് ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്ന്. UAE വന്നിട്ട് എന്തായാലും ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ്. നല്ല സദ്യയും അതേപോലെ ഓണക്കോടിയൊക്കെ എടുത്ത് ആ ഒരു നാട്ടിലുള്ള ആ ഒരു വൈബ് നമുക്ക് ഇവിടെ കിട്ടി. എന്തായാലും നമ്മളെല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഷുഗർ കട്ടാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ ടീം ഉണ്ടായിരുന്നു. നല്ല അടപ്രഥമം പായസം കണ്ടപ്പോൾ അതൊക്കെ ഒരു മറന്ന് 5-6 ഗ്ലാസ് പായസമൊക്കെ ഒരാൾ കുടിച്ച്. എന്തായാലും നമ്മളെ UAE ആദ്യത്തെ ഓണം കളറായി. ഇനി ഓണപരിപാടികൾ കുറേ വരാനുണ്ട്. ഇവിടെ ദുബായിൽ നമുക്ക് ഡിസംബർ വരെ ഓണപരിപാടി തന്നെയാണ്. ഏതായാലും എല്ലാവർക്കും ഓണാശംസകൾ.